കേരളീയത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വെതറൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. നവംബർ മാസമായപ്പോൾ നമ്മളെല്ലാവരും കരുതി ഇപ്പോൾ വീണ്ടും വാർമർ ആയിരിക്കും. കാരണം ഒക്ടോബറൊക്കെ നല്ല വാർമായിട്ടാണ് ഇരുന്നത് ഇവിടെ കാനഡയിൽ എല്ലായിടും. 22-23 ഡിഗ്രീസൊക്കെ ഒരു റെക്കോർഡ് ടെമ്പറേച്ചർ എന്ന് തന്നെ പറയാം. കാരണം കാനഡയിൽ ഒക്ടോബർ മാസങ്ങൾ ഒരിക്കലും 20കളിൽ നിൽക്കാറില്ല. ഇപ്പോൾ അതെല്ലാം മാറി വേണ്ട നവംബർ തണുപ്പ് തുടങ്ങി, സിംഗിൾ ഡിജിറ്റിലോട്ടൊക്കെ പോവാണ്. അതുകൊണ്ട് തന്നെ ഇൻഡോർ സ്പേസിലേക്ക് തിരക്കുകളും കൂടി തുടങ്ങി. നമുക്ക് തുടങ്ങാം കേരളത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ്. നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് സെഗ്മെൻറ്റ് നാട്ടരങ്ങ്. നാട്ടരങ്ങിലൂടെ നമ്മൾ ആദ്യം കാണിക്കുന്നത് ഒരു ഡാൻസ് പെർഫോമൻസ് ആണ്. വളരെ ടാലൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ ഡാൻസ് പെർഫോമൻസ് നമുക്ക് കാണാം. ആദ്യമായി மலைமகள் அருளிய சக்திவேல் முருகன், மலைமகள் அருளிய சக்திவேல் முருகன், மலைமகள் அருளிய சக்திவேல் முருகன், மலைமகள் அருளிய சக்திவேல் முருகன், மரகத வல்லனான் திருமாலருகன், மரகத வல்லனான் திருமாலருகன், மரகத வல்லனான் திருமாலருகன், மரகத வல்லனான் திருமாலருகன், மலைமகள் அருளிய சக்திவேல் முருகன், மரகத வல்லனான் திருமாலருகன், கலியுக வரதன் கண்டதேவனாய் காட்சி அளித்தது கதனிலே கலியுக வரதன். கடவுளில் கண்மணியாய் வந்தான் கார்த்திகை பொங்கல் அரவணைப்பில் வளர்ந்தான், கண்ணுதற் கடவுளில் கண்மணியாய் வந்தான் கார்த்திகை பொங்கல் அரவணைப்பில் வளர்ந்தான், விண்ணவர் குறையெல்லாம் நொடியில் களைந்தான், விண்ணவர் குறையெல்லாம் நொடியில் களைந்தான், வேண்டுவே வேண்டுவல் வரமெல்லாம் தல் ആഘോഷത്തേരാണേ ആരാധന ധാരാണേ ആകാശത്തൂടാണേ ഇതിലേ
പെണ്ണെ ഉന്നാട വാങ്ങാനൊയ്യാകടി. சாமி சொல்ல நீ என் புருஷனான ஃபீலிங் தான் சாமி ஏ சாமி நீ எதிர நடக்கையில நீ எதிர நடக்கையில எழுமலையா தரிசனம் தான் சாமி நீ பக்கம் நின்னாங்க பரமேஸ்வர போல கட சாமி நீ இல்லாம நான் போகாத கண்ணு முள்ளு குத்து கட சாமி ஏ சாமி ஏ சாமி வாயா சாமி மன்மத சாமி மந்திர சாமி பொக்கிரி சாமி ஏ சாமி வாயா சாமி മന്മഥ സാമേ മന്ദിര സാമേ പൊക്കിരി സാമേ. നമ്മുടെ ഇതിൻ്റെ അടുത്ത സെഗ്മെന്റ് വേറിട്ട കാഴ്ചകൾ. വേറിട്ട കാഴ്ചകളിലൂടെ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന ഒരു വ്യക്തി ഗബ്രിയലാണ്. ഗബ്രിയൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ കരുതും ഇത് ആരാണെന്ന്. ഇദ്ദേഹം ഒരു സ്കൾപ്റ്റിംഗ് ആൻഡ് ഇൻസ്റ്റലേഷൻ ആർട്ടിസ്റ്റാണ്. ഇദ്ദേഹത്തിനെക്കാട്ടിലും പറയേണ്ടത് നമ്മുടെ ഇദ്ദേഹത്തിൻ്റെ ഫാദറിനെ കുറിച്ചാണ്. ഫാദർ നമ്മുടെ കേരളത്തിൽ വളരെയധികം പേര് കേട്ട ഒത്തിരിയധികം പള്ളികൾക്ക് വേണ്ടി ഫൈൻ ആർട്സ് ആൻഡ് സ്കൾപ്റ്റിംഗ് ചെയ്തിട്ടുണ്ട്. ധാരാളം പള്ളികളിൽ കാണുന്ന പെയിൻറ്റിങ്ങുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഇദ്ദേഹത്തിൻ്റെ അച്ഛന് മകനെ ആ ഒരു വഴിയിലേക്ക് കൊണ്ടുവരാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഗബ്രിയേലിനെ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ വിട്ടു. പക്ഷേ എഞ്ചിനീയറിങ്ങിലല്ലായിരുന്നു മകന് താല്പര്യം. പ്രത്യേകിച്ച് നമ്മൾ പറയാറില്ല ഈ ജീൻസ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടെന്ന്. അതുകൊണ്ട് തന്നെ ഫാദറിൻ്റെ വഴിയിലേക്ക് പിന്തുടരാനും ആ ഒരു ക്രിയേറ്റീവ് ടാലൻ്റ് ആയിരുന്നു ഗബ്രിയേലിനും താല്പര്യം. അതുകൊണ്ട് തന്നെ ഗ്രാഫിക് ഡിസൈൻ പഠിക്കാൻ പോവുകയും കുറച്ച് സിനിമകൾക്ക് വേണ്ടി എന്താ പറയുക മൂവി പോസ്റ്റേഴ്സുകളും അങ്ങനെയുള്ളതൊക്കെ ഡിസൈൻ ചെയ്യുക. പിന്നെ ഒരു ആർട്ട് അസിസ്റ്റൻറ്റ് ആയിട്ട് കുറേ സിനിമകളിൽ വർക്ക് ചെയ്തു. എല്ലാം കഴിഞ്ഞ് 2015 കാനഡയിലെത്തി. കാനഡയിലെത്തിയതിന് ശേഷമാണ് അദ്ദേഹത്തിന് മനസ്സിലായത് ഈ ഒരു എന്താ പറയുക മേഖലയിൽ കടക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ അതിനൊരു ഇൻ്റർനാഷണൽ ഡിഗ്രി ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ വളരെ പേര് കേട്ട വൺ ഓഫ് ദി ഓൾഡസ്റ്റ് ആൻഡ് റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയാണ് സ്കൾപ്റ്റിംഗ് ആൻഡ് ഇൻസ്റ്റലേഷൻ, ഒക്കാഡ് യൂണിവേഴ്സിറ്റി. അവിടെ ഇപ്പോൾ ആ ഒരു കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇദ്ദേഹം. അപ്പോൾ ഈ ഇടയ്ക്ക് അടുത്തിടെ പല സ്ഥലങ്ങളിൽ നമുക്ക് ചെറിയ ചെറിയ എക്സിബിഷനുകളൊക്കെ നടത്താറുണ്ട്. അങ്ങനെ ഒരു വൺ ഓഫ് ദി എക്സിബിഷൻ ഇവിടെ മിസിസാഗിൽ നടന്നപ്പോഴാണ് നമ്മൾ ഗബ്രിയലിനെ പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ മലയാളികളുടെ ഇടയിൽ തന്നെ എല്ലാവരും അറിയേണ്ട ഒരു ക്രിയേറ്റീവ് ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് തന്നെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു മൈൽ സ്റ്റോൺ ജേർണി അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം വേറിട്ട ആഴ്ചകൾ എന്ന ഈ സെഗ്മെൻറ്റിലൂടെ. പേര് ഗബ്രിയൽ ജോർജ്. നാട്ടിൽ ജനിച്ചതും വളർന്നതും പഠിച്ചതെല്ലാം ഇരിഞ്ഞാലക്കുട, തൃശ്ശൂർ ഇരിഞ്ഞാലക്കുട എന്ന് പറഞ്ഞ സ്ഥലത്താണ്. 2007 തൊട്ട് എറണാകുളത്ത് സെറ്റിലായി വൈറ്റ്ലയിൽ. കാനഡയിൽ മൂവ് ചെയ്തിട്ട് 2015 തൊട്ട് കാനഡയിലാണ് താമസം. എൻ്റെ ഫാദർ ആർട്ടിസ്റ്റായിരുന്നു. ഡാഡി കുംഭകോണം നിന്നാണ് ബാച്ചിലേഴ്സ് ഓഫ് ആർട്സ് കംപ്ലീറ്റ് ചെയ്ത് വർക്ക് ചെയ്യാനൊക്കെ തുടങ്ങിയത്.
അപ്പോൾ ഡാഡി പഠിച്ച് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് കല എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണാതിരുന്നൊരു സമയം. കലാകാരന്മാർക്ക് ജീവിക്കാൻ, അതുകൊണ്ട് ജീവിക്കുക എന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ടുള്ളൊരു സമയത്താണ് ഡാഡി വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഡാഡി കൂടുതലും ചെയ്തുകൊണ്ടിരുന്നത് പള്ളികളുടെ ഇൻറ്റീരിയർ, ഡിവോഷണൽ വർക്കുകളായിരുന്നു. ഓയിൽ പെയിൻറ്റിങ്സ് ആയിരുന്നു കൂടുതലും യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ ചെറുപ്പം തൊട്ട് ഞാനിത് കണ്ടാണ് ഞാൻ വളരുന്നത്. അപ്പോൾ ഡാഡിയുടെ അടുത്ത് നിന്ന് പഠിക്കാനുള്ളൊരു ഭാഗ്യം എനിക്ക് അധികം ഉണ്ടായിരുന്നില്ല. ഡാഡിക്ക് എന്നെ വേറൊരു സ്ട്രീമിലേക്ക് വിടണം എന്നായിരുന്നു ആഗ്രഹം. അങ്ങനെ ഡാഡി എൻ്റെ 10th എല്ലാം കഴിഞ്ഞ് +2 കഴിഞ്ഞ് എൻജിനീയറിങ്ങിന് ആണ് ഡാഡി പ്രിഫർ ചെയ്തതും. അങ്ങനെ ഞാൻ ഒരു ബയോമെഡിക്കൽ എൻജിനീയറിംഗ് ആണ് ജോയിൻ ചെയ്തത്. ബയോമെഡിക്കൽ എൻജിനീയറിംഗ് പക്ഷേ 4 വർഷം കോളേജിൽ പോയെങ്കിലും എനിക്ക് അതിനോട് അത്ര താല്പര്യം വന്നില്ല. എനിക്കത് ഫുൾഫിൽ ചെയ്യാനായിട്ട് പറ്റിയില്ല. കോഴ്സ് കംപ്ലീറ്റ് ചെയ്തെങ്കിലും അതിൽ ബാക്ക് പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ട് പിന്നെ അത് ഞാൻ ഡിസ്കണ്ടിന്യൂ ചെയ്തു. അതിന് ശേഷമാണ് എനിക്ക് എൻ്റേതായ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഡിസൈനിങ് ആ സമയത്ത് എനിക്ക് ഇഷ്ടമുള്ള ഒരു ഫീൽഡായിരുന്നു ഗ്രാഫിക് ഡിസൈൻ. അങ്ങനെ അവിടുന്ന് കോഴ്സ് കഴിഞ്ഞ് എറണാകുളത്ത് വന്ന് ഗ്രാഫിക് ഡിസൈനിലേക്ക് തിരിഞ്ഞ് പിന്നീട് ഫിലിം പോസ്റ്റർ ഡിസൈനിങ്ങിലേക്ക് കൊളിൻസ് ലിയോഫിൽ എന്ന് പറയുന്ന ഒരു ആ സമയത്തുണ്ടായിരുന്ന വളരെ പ്രശസ്തനായ ഒരു പോസ്റ്റർ ഡിസൈനറായിരുന്നു. ഒരുപാട് സിനിമകൾ ചെയ്യുന്ന, മലയാളത്തിൽ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുള്ള പോസ്റ്റർ ഡിസൈനർ. പുള്ളിയുടെ അസിസ്റ്റൻ്റായിട്ട് 2007-2008 കാലഘട്ടത്ത് എറണാകുളത്ത് സെറ്റിലാവുകയായിരുന്നു. കൊളിൻസ് ലിയോഫിലിൻ്റെ കൂടെ ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്നെന്ന് പറഞ്ഞല്ലോ, പോസ്റ്ററും കാര്യങ്ങളും. അപ്പോൾ കുറച്ച് കളേഴ്സും അത്തരം കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കാനൊക്കെ പറ്റിയത്. അതിന് മുമ്പ് ഞാൻ കുറച്ച് വരയ്ക്കുമായിരുന്നെങ്കിലും കല പൂർണ്ണമായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിനൊരു കോഴ്സ് എടുത്ത് തിയററ്റിക്കലായിട്ട് അത് പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ വരയ്ക്കുമായിരുന്നു. അപ്പം ഫിലിം പോസ്റ്റർ കുറേ നാൾ പുള്ളിയുടെ കുറച്ചാൾ അസിസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പ്രൊജക്റ്റ് വരാൻ തുടങ്ങി. അങ്ങനെ അവിടുന്ന് റിസൈൻ ചെയ്ത് സ്വന്തമായിട്ട് പോസ്റ്റർ ഡിസൈനിങ്ങിൻ്റെ ഒരു സ്റ്റുഡിയോ സെറ്റ് ചെയ്തിട്ട് അവിടുന്ന് ഒരു 10-12ഓളം സിനിമകൾ ചെയ്തു. പലരുമായിട്ട് വർക്ക് ചെയ്ത് കുറേ നല്ല പ്രൊജക്റ്റുകൾ ചെയ്യാൻ പറ്റി. അത് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് എങ്ങനെ ഒരു പോസ്റ്റർ സെറ്റ് ചെയ്യാം, അത് എങ്ങനെയാണ് അതിൻ്റെ ഒരു കളർ സ്കീം, അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ കുറച്ച് ഡീപ്പായിട്ട് പഠിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടായത് അപ്പോഴാണ്. അതിൻ്റെ ഇടയിലാണ് ഗോകുൽദാസ് എന്ന് പറഞ്ഞിട്ട് മോഹൻദാസ് എന്ന് പറഞ്ഞിട്ടുള്ള 2 ആർട്ട് ഡയറക്ടേഴ്സിനെ പരിചയപ്പെടുന്നത്. അവരെന്നെ സിനിമയിൽ അസിസ്റ്റൻ്റ് ആർട്ട് ഡയറക്ടറായിട്ട് സെറ്റിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, സിനിമയുടെ സെറ്റ് ഉണ്ടാക്കുക, അത്തരം ഏരിയയിൽ. അപ്പോൾ കുറച്ചും കൂടി നമുക്ക് പലരുമായിട്ട് കുറച്ചും കൂടി കോൺടാക്ട് ചെയ്യാൻ പറ്റും. കുറച്ച് ലൈവായിട്ട് ആക്റ്റീവായിട്ട് സിനിമയ്ക്ക് അകത്ത് നിന്നുകൊണ്ട് സജീവമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് ഞാൻ അങ്ങനെ ഗോകുലേട്ടൻ്റെ കൂടെയും മണിച്ചേട്ടൻ്റെ കൂടെയും, മണിച്ചേട്ടൻ ഞങ്ങൾ വിളിക്കുക, അപ്പോൾ പുള്ളിയുടെ കൂടെയും വർക്ക് ചെയ്യാനായിട്ട് ഫിലിമിലേക്ക് പോകാനുണ്ടായി. അങ്ങനെ അവിടുന്ന് ഒരു 5-6 പടങ്ങൾ അവരുടെ കൂടെ വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് സിനിമ എന്നെ ഭയങ്കരമായിട്ട് ആകർഷിക്കാൻ തുടങ്ങി. അപ്പോഴാണ് നമ്മൾ ഇതിൻ്റെ കുറേ ടെക്നിക്സ്, സിനിമയ്ക്ക് സെറ്റ് ഇടുന്നത്, ഈ ആർട്ട് ഉണ്ടാക്കുന്നതിൻ്റെ കുറേ ടെക്നിക്സ് ഞാൻ പഠിക്കുന്നത് സിനിമയിൽ വർക്ക് ചെയ്തതിന് ശേഷമാണ്. 2015 ഹൗ ഓൾഡ് ആർ യു എന്ന് പറയുന്ന ഒരു സിനിമയാണ് ലാസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തത്. അതിന് ശേഷം ഞാൻ കാനഡയിലേക്ക് മൂവ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പം ഇവിടെ വരുമ്പം ഇവിടെ നമ്മൾ വന്ന് ആർട്ടിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഈ ഫിലിം ബാക്ക്ഗ്രൗണ്ട് തന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തായിരുന്നു. വൈഫ് ഇവിടെ സ്റ്റുഡൻ്റായിട്ട് ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ഒരു PG കോഴ്സ് ചെയ്യാനായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം ആ സമയത്ത് ഇവിടെ PR എടുത്ത് ഇങ്ങോട്ട് മൂവ് ചെയ്യാം, അത് നമുക്കൊരു പുതിയൊരു ഓപ്പണിങ്, നമ്മുടെ നാട്ടിൽ നിന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഏകദേശം ഒരു ധാരണയുണ്ടല്ലോ. അപ്പം നമുക്ക് ഒരു ഇൻ്റർനാഷണൽ ഓപ്പണിങ് എങ്ങനെയായിരിക്കും, നമുക്ക് അങ്ങനെ ഒരു പോസിബിലിറ്റീസ് എന്തായിരിക്കും എന്ന ഒരു ചിന്തയിൽ നിന്നാണ് കാനഡയിലേക്ക് മൂവ് ചെയ്യാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. അങ്ങനെയാണ് ഞങ്ങൾ 2015 ഇവിടെ വരുന്നത്. നാട്ടിൽ ഫിലിമിൽ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണല്ലോ ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇവിടെ ഞാൻ ഫിലിം കണ്ടിന്യൂ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ നമുക്കിതൊരു പുതിയ സ്ഥലം, എല്ലാം പുതിയ ആളുകൾ, പുതിയ ചുറ്റുപാടുകൾ. അപ്പോൾ നമുക്ക് ആദ്യം കോണ്ടാക്ട്സ് ഇല്ല. നമുക്കിത് ആരുടെ പോയി ചോദിക്കും, എവിടെയാണ് നമുക്ക് ഓപ്പണിങ്സ് കിട്ടുക. ഒരുപാട് പ്രൊഡക്ഷൻ
പ്രൊഡക്ഷൻ നടക്കുന്നുണ്ടെന്ന് നമുക്കറിയെങ്കിലും ഫിലിമിലേക്കുള്ള ഒരു എൻട്രി കുറച്ച് ബുദ്ധിമുട്ടായിട്ട് ആദ്യത്തെ കുറച്ച് വർഷങ്ങൾ എനിക്ക് ഉണ്ടായിരുന്നു. കുറച്ച് പരസ്യങ്ങളൊക്കെ വർക്ക് ചെയ്തെങ്കിലും സിനിമയിലേക്ക് ഒരു എൻട്രി ആയിട്ട് അങ്ങനെ സംഭവിച്ചില്ല. അപ്പോൾ ഫിലിം കോഴ്സ് ചെയ്യണോ അല്ലെങ്കിൽ ഫാദറിൻ്റെ ചെയ്തുകൊണ്ടിരുന്ന ആർട്ടിലേക്ക് തന്നെ ഫുൾ പ്യുവർ ഇൻ ടു ആർട്ട് കണ്ടിന്യൂ ചെയ്യണോ എന്നുള്ളൊരു ക്വസ്റ്റ്യനിൽ കുറച്ച് ആളുണ്ടായിരുന്നു. പിന്നീട് ഞാനത് ഡിസൈഡ് ചെയ്തു ഫുൾ ഇൻ ടു വിഷ്വൽ ആർട്ടിസ്റ്റായിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യാം എന്നുള്ളൊരു തീരുമാനത്തിലെത്തി. അങ്ങനെയാണ് പിന്നെ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തു, അതിൻ്റെ പോസിബിലിറ്റീസ് നോക്കി. അപ്പം നോർത്ത് അമേരിക്ക പൊതുവെ ഒരുപാട് ആർട്ടിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു പ്ലേസ് ആണെന്നുള്ളത് മനസ്സിലായി, പ്രത്യേകിച്ച് കാനഡ, അമേരിക്ക പോലുള്ള സ്ഥലങ്ങൾ. അപ്പോൾ ഇവിടുത്തെ അത്തരം കോഴ്സുകൾക്ക് ഭയങ്കരമായിട്ട് വാല്യൂ ഉണ്ടെന്നുള്ളത്, ഇൻ്റർനാഷണലി നമുക്ക് അതിനൊരുപാട് വാല്യൂ ഉണ്ടെന്നുള്ളത് തിരിച്ചറിയുകയൊക്കെ ചെയ്തു. അപ്പം പിന്നീട് ഏത് കോളേജ് വേണമെന്നുള്ളതിൻ്റെ സെർച്ചിലാണ് ഒക്കാഡ് എന്ന് പറഞ്ഞിട്ട് ഒൻറ്റാറിൽ തന്നെ പഴയ ഓൾഡസ്റ്റ് ആർട്ട് ആൻഡ് ഡിസൈൻ യൂണിവേഴ്സിറ്റിയാണ് ഒക്കാഡ്. അപ്പോൾ ഒക്കാഡ് യൂണിവേഴ്സിറ്റിയിൽ ഞാൻ ജോയിൻ ചെയ്യുന്നത് അങ്ങനെയാണ്. 2020 ഒക്കാഡിൽ ജോയിൻ ചെയ്യുന്നത്. ഒക്കാഡ് യൂണിവേഴ്സിറ്റിനെ സംബന്ധിച്ചിടത്തോളം ആർട്ട് മാത്രമല്ല, ഡിസൈൻ ഉണ്ട്, ആർട്ടുണ്ട്, ആർക്കിടെക്ചർ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഒരു സമൂഹത്തിൽ നമ്മൾ കാണുന്ന ഇൻഫ്രാസ്ട്രക്ചറിൽ ഒരുപാട് തരത്തിലുള്ള ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ടുള്ള ആളുകളെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സ്ഥലം ആയിട്ടാണ് ഒക്കാഡിനെ എനിക്ക് തോന്നുന്നത്. പല ഇമ്പോർട്ടൻറ്റ് സ്ഥലങ്ങളിലിരിക്കുന്ന ആളുകളും ആർട്ടുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആളുകളൊക്കെ പലരും ഒക്കാഡിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ള ആളുകളുണ്ട് നോർത്ത് അമേരിക്കയിൽ. അപ്പം ഞാൻ മനസ്സിലാക്കിയതിടത്തോളം ഞാൻ തിരഞ്ഞെടുത്ത കോഴ്സ് എന്ന് പറയുന്നത് ഡ്രോയിങ് ആൻഡ് പെയിൻറ്റിംഗ് ആയിരുന്നു ഫസ്റ്റ് ഇയർ ഞാൻ എടുത്തത്. ആ ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് കൂടുതൽ കോളേജിനെ കുറിച്ചും കോഴ്സുകളെ കുറിച്ചും ഡീപ്പായിട്ട് അറിഞ്ഞപ്പോഴാണ് ഞാൻ അതിൽ നിന്ന് സ്കൾപ്ചർ ആൻഡ് ആർട്ട് ഇൻസ്റ്റലേഷൻ എന്ന് പറഞ്ഞൊരു കോഴ്സിലേക്ക് സ്വിച്ച് ചെയ്തത്. എൻ്റെ മേജറായിട്ട് ഞാൻ എടുത്തത് സ്കൾപ്ചർ ആൻഡ് ആർട്ട് ഇൻസ്റ്റലേഷൻ. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഞാൻ 2015 ഇങ്ങോട്ട് വരുന്നേക്കാളും തൊട്ട് മുമ്പ് ഒരു പോയട്രി ഇൻസ്റ്റലേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ആർട്ട് ഫോം ചെയ്തായിരുന്നു ദർബാർ ഹാളിൽ. അതിന് ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സ് 2015 കിട്ടിയായിരുന്നു. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു പോയട്രി ആർട്ട് ഇൻസ്റ്റലേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ആർട്ട് ഇൻസ്റ്റലേഷൻ എന്ന് പറയുന്ന ഒരു ആർട്ട് ഫോം എന്നെ പരിചയപ്പെടുത്തുന്നത് ആ ഒരു വർക്കിലൂടെ ഞാനത് കൂടുതൽ പരിചയപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പോസിബിലിറ്റിയൊക്കെ മനസ്സിലാക്കിയപ്പോഴാണ് സ്കൾപ്ചർ ആൻഡ് ആർട്ട് ഇൻസ്റ്റലേഷൻ എന്ന് പറയുന്ന ഒരു കോഴ്സ് നമുക്ക് എടുക്കാനായിട്ട് ഞാൻ സെലക്ട് ചെയ്യാൻ കാരണം. ഇവിടെ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് 4 ഇയർ ഗ്രാജുവേഷൻ കോഴ്സാണ്. അപ്പം ഞാൻ മനസ്സിലാക്കിയതിടത്തോളം ഇവിടെ നമുക്ക് എന്തെങ്കിലും ഒരു ഗവൺമെൻറ് പ്രൊജക്റ്റുകൾ അല്ലെങ്കിൽ നമ്മൾ എവിടെയും നമ്മൾ എവിടെ നിന്ന് പഠിച്ചിറങ്ങുന്നു എന്നുള്ളത് ഒരു വലിയ ഒരു ക്വസ്റ്റ്യനാണ്. അപ്പം അതിൻ്റെ ഒരു ക്രെഡിബിലിറ്റി, ആ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ വാല്യൂ, അതെല്ലാം അവർ കൺസിഡർ ചെയ്യുന്നുണ്ട് പല കാര്യങ്ങളിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അത്തരത്തിൽ നോക്കുമ്പോൾ ഒക്കാഡ് യൂണിവേഴ്സിറ്റി നല്ലൊരു മുതൽക്കൂട്ടായിരിക്കും എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ ഈ ഒരു കോഴ്സ് കഴിയുമ്പോൾ നമുക്കൊരു പോസിബിലിറ്റീസ് ഉള്ളത്, നമുക്ക് പല സ്ട്രീമിലേക്ക് നമുക്ക് പോകാം. ഇവിടെ നമുക്ക് ഫിലിമിൽ തന്നെ വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് പബ്ലിക് ആർട്ട് ചെയ്യാം. ഇവിടെ ഒരുപാട് ഫണ്ട് അത്തരം കാര്യങ്ങൾക്കൊക്കെ ഗവൺമെൻറ് ചെലവഴിക്കുന്നുണ്ട്. ഓരോ പാർക്ക് വരുമ്പോഴും ഓരോ പുതിയ കമ്മ്യൂണിറ്റി വരുമ്പോഴും അതിന് ആർട്ടിനും കൂടി ഒരു ബഡ്ജറ്റ് കണക്കാക്കിയിട്ടാണ് ഇവിടെ ഗവൺമെൻറ് അത്തരം കാര്യങ്ങളൊക്കെ പ്രൊജക്റ്റുകളെല്ലാം വിഭാവനം ചെയ്യുന്നത്. അപ്പം എല്ലാ തരത്തിലുള്ള ആർട്ടിസ്റ്റുകളെയും ആർട്ട് ചെയ്യുന്നവരൊക്കെ അവർ പരിഗണിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളിലും, പ്രത്യേകിച്ച് നോർത്ത് അമേരിക്ക പോലുള്ള രാജ്യങ്ങളെല്ലാം. അപ്പം അതിൻ്റെ ഒരു ഇൻ്റർനാഷണലി നമുക്ക് പോകാനുള്ള ഒരു ഓപ്പണിംഗ് ആണ് ഇത്തരം കോഴ്സുകൾ നമ്മളിവിടെ ചെയ്യുമ്പോൾ നമുക്ക് തുറന്നു കിട്ടുന്നത്. കോഴ്സിൽ ചെയ്യുന്നതോടൊപ്പം തന്നെ സൗത്ത് ഏഷ്യൻ കൾച്ചറിനെ പ്രൊമോട്ട് ചെയ്യുകയും സൗത്ത് ഏഷ്യൻ ആർട്ടിസ്റ്റിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് 2 എക്സിബിഷൻസ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു യൂണിവേഴ്സിറ്റിയിൽ തന്നെ. അപ്പം ആ എക്സിബിഷൻ വഴി നമ്മുടെ ആർട്ട് ഫോംസ് ഇവിടുത്തെ കൾച്ചറിലുള്ള ആൾക്കാരൊക്കെ പരിചയപ്പെടുത്തുകയും നമുക്ക് നമ്മുടെ തനതായ ചില വർക്കുകളൊക്കെ ഇവിടെ എക്സിബിറ്റ് ചെയ്യാനൊക്കെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് ഇവിടുത്തെ ആൾക്കാർക്ക് അതൊരു പുതുമയായിരുന്നു. അത്തരം വർക്കുകൾ അവർക്ക് കാണുകയും അതിനെക്കുറിച്ച് അറിയുകയും അത്തരം സ്റ്റോറീസ് നമ്മുടെ അടുത്ത് ചോദിക്കുകയൊക്കെ ചെയ്യുന്നത് നല്ലൊരു അനുഭവമായിരുന്നു. സ്കൾപ്ചർ ആൻഡ് ആർട്ട് ഇൻസ്റ്റലേഷനാണ് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ. അതിൽ ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് മനുഷ്യനും ടെക്നോളജി ഹ്യൂമൻസ് ആൻഡ് ടെക്നോളജി തമ്മിലുള്ള കണക്ഷൻസ് ആണ്. അതിൻ്റെ ഇൻട്രാക്ഷൻസ്, അതിൽ നിന്നുണ്ടാകുന്ന ഗുണങ്ങൾ, ദോഷങ്ങൾ, അത്തരം ഏരിയയാണ് എൻ്റെ ഒരു ഏരിയ. പിന്നെ ഉള്ളത് ഹ്യൂമൻസ് ആൻഡ് നേച്ചറാണ്.
ഈ രണ്ട് അവർ ഹ്യൂമൻസും നേച്ചറും തമ്മിലുള്ള ഇൻട്രാക്ഷൻസ്, നമ്മളെ നേച്ചറിനെ എങ്ങനെ ഏതൊക്കെ രീതിയിൽ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നു, ഏതൊക്കെ രീതിയിലുള്ള ദോഷങ്ങൾ നമ്മൾ നേച്ചറിന് സംഭവിപ്പിക്കുന്നു, അത്തരം കാര്യങ്ങൾ ആ ഒരു ഏരിയയാണ്. ഈ രണ്ട് ഏരിയയിലാണ് എൻ്റെ കൂടുതൽ വർക്കുകളുള്ളത്. എൻ്റെ വർക്കുകൾ കൂടുതലും ഒരു പർട്ടിക്കുലർ മീഡിയം അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഏരിയ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടല്ലാത്തൊരു വർക്കുകളായതുകൊണ്ട് കുറച്ചും കൂടി വൈഡ് സ്പ്രെഡ് ആയതുകൊണ്ട് പല മീഡിയംസ് വെച്ച് വർക്ക് ചെയ്യാറുണ്ട്. സ്കൾപ്ചറിൽ തന്നെ പുതിയ ഡിഫറെൻറ്റ് മീഡിയംസ് എപ്പോഴും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഈ വർഷം എനിക്ക് തീസിസ് ഇയർ ആണ്, ഫൈനൽ ഇയർ ആണ്. 4 ഇയറിൽ ഒരു വർഷം ഞാൻ അതിൻ്റെ ഇടയിൽ ബ്രേക്ക് എടുത്തായിരുന്നു, ഒരു പ്രൊജക്റ്റ് വന്നതുകൊണ്ട്. കഴിഞ്ഞ വർഷം ബ്രേക്ക് എടുത്തു, ഈ വർഷം ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യാണ്. ഈ വർഷം തീസിസ് ഇയർ ഇതുകൂടി കഴിയും, കോഴ്സ് കഴിയും. ഇത് കഴിഞ്ഞൊക്കെ ഫുൾ ടൈം ആയിട്ട് വിഷ്വൽ ആർട്ടിസ്റ്റായിട്ട് കണ്ടിന്യൂ ചെയ്യാനാണ് എൻ്റെ പ്ലാൻ. ഫാമിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വൈഫ് ഫാഷൻ ഡിസൈനറായിട്ടായിരുന്നു കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നത്. റീസെൻ്റ്ലി കോവിഡിന് ശേഷം ഞങ്ങൾ ഈ പ്ലേസിൽ നിന്ന് മൂവ് ഔട്ട് ചെയ്യാന്നുള്ള പ്ലാനിലാണ്. പുതിയൊരു കോഴ്സും കൂടി എടുത്തു. ഡെൻ്റൽ അസിസ്റ്റൻറ്റ് പ്രോഗ്രാം കഴിഞ്ഞ് ഇപ്പം ഡെൻ്റൽ അസിസ്റ്റൻ്റായിട്ട് പ്രാക്ടീസ് ചെയ്യാണ്. ഒരു മകളുണ്ട്, മോൾക്ക് പേര് ഏഞ്ചൽ, വൈഫിൻ്റെ പേര് റോണി, മോൾക്ക് 6 വയസ്സ്. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരുപാട് ആളുകൾ, പുതിയ സ്റ്റുഡൻസൊക്കെ അല്ലെങ്കിൽ യൂത്ത് ഇത്തരം കോഴ്സുകളൊക്കെ എടുത്ത് പഠിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. എന്ന് വെച്ചാൽ അത്തരം ഏരിയയിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഡിസൈൻ ആണെങ്കിലും ആർട്ടാണെങ്കിലും മീഡിയ ആണെങ്കിലും അതിനുള്ള ഒരുപാട് നല്ല യൂണിവേഴ്സിറ്റികളും കോളേജസുകളും ഒക്കെ അവൈലബിൾ ആയിട്ടുള്ളൊരു സ്ഥലം കൂടിയാണ് കാനഡ. അപ്പം അത്തരം ഏരിയകളിലൊക്കെ ഒരുപാട് ഓപ്ഷൻസും ഓപ്പർച്യൂണിറ്റീസും ഉണ്ട്. ഒരുപാട് ആർട്ടിനെയും ആർട്ടിസ്റ്റിനെയും ഒക്കെ അംഗീകരിക്കുന്ന ആളുകളൊക്കെ ഉള്ള ഒരു സ്ഥലത്താണ് ഇപ്പോൾ നമ്മളുള്ളത്. അതുകൊണ്ട് എല്ലാ പുതിയ ഇത്തരം കോഴ്സുകൾ എടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും തന്നെ എന്തെങ്കിലുമൊക്കെ തരത്തിൽ എന്നാൽ കഴിയുന്ന സഹായങ്ങളോ ഉപദേശങ്ങളൊക്കെ വേണമെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും പറഞ്ഞു തരാവുന്നതാണ്. ഇൻസ്റ്റഗ്രാമിൽ തന്നെ ഫുൾ ടൈം കിട്ടുന്നതാണ്. ഗബ്രിയൽ ഫോർ ആർട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇൻസ്റ്റഗ്രാമിൽ കിട്ടുന്നതാണ്. എൻ്റെ പുറകിൽ കാണുന്നത് എൻ്റെ ലേറ്റസ്റ്റ് ആർട്ട് ഇൻസ്റ്റലേഷനാണ്. ഇത് ചെയ്തിരിക്കുന്നത് വിഷ്വൽ ആർട്സ് മിസിസാഗ റിവർ വുഡ്സ് എന്ന് പറഞ്ഞ അവരുടെ ആർട്ട് ഗാലറിയിലാണ് ഈ ഒരു വർക്ക് ഇപ്പോൾ ഉള്ളത്. ഇത് വിഭാവനം ചെയ്യുന്നത് ഇത് പ്രകൃതിയും മനുഷ്യനും, പ്രകൃതിനെ മനുഷ്യൻ എങ്ങനെ ചൂഷണം ചെയ്യുന്നു, അതുകൊണ്ട് പ്രകൃതിക്ക് ഉണ്ടാകുന്ന ദൂഷ്യങ്ങൾ, അതിനെ കണക്ട് ചെയ്തിട്ടുള്ളൊരു വർക്കാണ്. ഈ കംപ്ലീറ്റ് ലൈൻസ് നമ്മൾ കൊടുത്തിരിക്കുന്നത് കോട്ടൺ യാണിലാണ് കണക്ട് ചെയ്തെങ്കിലും ഇതിൻ്റെ അറ്റത്ത് വലിയൊരു ഹെവി ആയിട്ടുള്ളൊരു പാറയുടെ ഒരു എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഹെവിനെസ് നമുക്ക് ഫീൽ ചെയ്യും. കംപ്ലീറ്റ് വർക്ക് ഇതിൽ മെറ്റൽ പാർട്സുകളൊന്നും ഇല്ലെങ്കിലും കംപ്ലീറ്റ് പേപ്പറും PU ഫോമാണ് ഇതിൽ മൊത്തം യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ പണ്ടോട്ട് നമ്മൾ പ്രകൃതിയിൽ നിന്ന് നമ്മൾ പലതരത്തിലുള്ള മിനറൽസും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തുകൊണ്ടിരിക്കാറുണ്ടായിരുന്നു. പണ്ടത് സ്വർണ്ണമായിരുന്നു, പിന്നീട് അത് മെറ്റൽ, കോൾ, പെട്രോളിയം പ്രൊഡക്ട്സിലേക്കൊക്കെ വന്നു. അപ്പോൾ ഇതൊക്കെ പ്രകൃതിയെ ഏൽപ്പിക്കുന്ന ഒരു അഗാധമുണ്ട്. അതിൻ്റെ ഒരു ബേസിസിലാണ് ഈ വർക്ക് ചെയ്തത്. ഇപ്പം നമ്മൾ റീസെൻ്റ്ലി ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ അതിൽ നിന്നൊക്കെ മാറിയിട്ട് ബാറ്ററിക്ക് വേണ്ടിയിട്ടുള്ള ലിത്തിയം അത്തരം സാധനങ്ങളൊക്കെ മാക്സിമം കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു അഗാധം സംഭവിക്കുന്നത് അടുത്ത ഒരു 100 വർഷത്തിലായിരിക്കും. അതിനെല്ലാം റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ആർട്ട് ഇൻസ്റ്റലേഷനാണ് ഈ വർക്ക്.